ഇപ്പം വിസ്മയുടെ ഒപ്പമുള്ള ഒരുമിച്ചുള്ള അഭിനയം അയ്യോ ലാലേട്ടന്റെ മകൾ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്നാണല്ലോ നമ്മൾ അവരെ പക്ഷെ കാണുന്നത്. അവര് ഭയങ്കര ഇപ്പോഴത്തെ പലരും അവര് കണ്ടു പാടിക്കുന്ന പെരുമാറ്റം ഡീസന്റ് പെരുമാറ്റം കുട്ടികൾ. ഉം, അതുപോലെ ആ കുട്ടി ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന ആർട്ടിസ്റ്റാണ്. ഉം, സാറിന്റെ എല്ലാവിധ കഴിയും അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഇതുവരെ അഭിനയത്തിലേക്ക് വിസ്മയ വരുന്നതിനെ പറ്റി ഇത്രയും നാളുകൾക്ക് ശേഷമാണല്ലോ വിസ്മയ അഭിനയത്തിലേക്ക് വരുന്നത്. അതും ലീഡ് റോള് ചെയ്താണ് വരുന്നവര്. അപ്പം പക്ഷെ നമുക്ക് അഭിനയിച്ചപ്പോ മനസ്സിലായി പ്രസന്റേഷൻ കണ്ടപ്പോ എന്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ട്. അത് ആനന്ദ് പോകുന്നുണ്ട്. ആനന്ദ് പോകുന്നു അയാള് മിക്കവാറും തമിഴ് അതിനകത്ത് ആ ഹൈറ്റും ലൈറ്റും ഒക്കെ അല്ല സ്പേസ് എക്സ്പ്രഷൻ ഒക്കെ വരില്ല. തമിഴ് ഇൻഡസ്ട്രി മിക്കവാറും ഈ പറയും വേറെ അത്രയും ഒരു ബുക്ക് വരില്ല കൊണ്ടേക്ക്. മലയാളത്തിനും ട്രൈ ചെയ്യാട്ടോ. ഈ കുട്ടി പെരുമാറ്റമോ ഇത് വിനയത്തോ സംസാരിക്കുന്നത് നമ്മളൊക്കെ ഒരു പരിചയമില്ലാത്തല്ലോ. സാറിന്റെ കൂടെ അറിയാം, അച്ഛൻ വർക്ക് ചെയ്യുന്ന പ്രണവും വിസ്മയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ അവരുടെ പ്രണവിന്റെ ക്യാരക്ടർ മൊത്തം നമ്മൾ സാധാ പ്രണവിനെ ഞാൻ ആദ്യമായിട്ട് ലൈഫ് ഓഫ് ദോഷിട്ട് ജാൻ സാറിന്റെ മകനാന്നുള്ള ഒരു ഇതല്ല. പുള്ളി വരുന്നു പുള്ളിയെ നിൽക്കാരോടെ അല്ലെങ്കിൽ ആരുടെ പുരാന്ന് നോക്കില്ല ലൈറ്റ് തുടിച്ച് നമ്മളെ കഴിക്കുക. ഇതൊന്ന് ആക്സൊക്കെ ഡിലീറ്റ് നോക്കി സാറിന് ആ ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് ഒരു ഇമ്പോർട്ടൻസോ അങ്ങനെ ഒന്നും പുള്ളിക്ക് താല്പര്യം നേരത് കുറെ ഇത്രയും ചെയ്തിട്ട് പറഞ്ഞില്ല. ആ ഒരു അഹങ്കാരം ധ്യാനം രണ്ടു പിള്ളേർ കൂടെ നോക്കില്ല. മോളൊക്കെ അല്ലേ പറയുമ്പോൾ ഹിന്ദു അവർക്ക് എങ്ങനെ വേണം ജീവിക്കാം അല്ലേ, ഹിന്ദു വേണമെങ്കിൽ പറയാം. സാധാരണക്കാരിയെ പോലെ നമുക്കൊക്കെ ഭക്ഷണം വേണം, രാത്രി വേണം, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തന്നെ വിളമ്പിക്കൂട്ടുന്നു.